ഹലോ, വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. 2025 ഫെബ്രുവരിയിൽ നടന്ന പരീക്ഷ കഴിഞ്ഞിപ്പോൾ റിവൈസ്ഡ് ആൻസർ കീസൊക്കെ വന്നു. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് എല്ലാവരും തയ്യാറെടുത്ത് തുടങ്ങാനുള്ളൊരു സമയമാണ്. നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ ടെൻഷനില്ലാണ്ട് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ എത്രത്തോളം പഠിക്കാൻ ലേറ്റ് ആവുന്നു അപ്പോഴാണ് നമ്മൾ ഓരോ യൂണിറ്റ് സ്കിപ്പ് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി സമയം കിട്ടാതെ വരുന്നത്. സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിട്ട് 60 മാർക്കോളം GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ സിലബസ് മാത്രം കവർ ചെയ്താൽ പോരാ, അതിന് പുറത്തുള്ള കാര്യങ്ങളും കവർ ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ റിനൈസൻസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്നത്. റിനൈസൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നവോത്ഥാനം. നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത്. റെഗുലറായിട്ട് പോകുന്ന പല കാര്യങ്ങളിൽ അതിൽ അനീതികൾ ഉണ്ടാവാം, അടിച്ചമർത്തലുകൾ ഉണ്ടാവും. ഇതിനൊക്കെ മാറ്റി നിർത്തിയിട്ട് പുതിയൊരു തുടക്കം അല്ലെങ്കിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരുന്നതിനെയാണ് നവോത്ഥാനം അല്ലെങ്കിൽ റിനൈസൻസ് എന്ന് പറയുന്നത്. നമുക്കാദ്യം രാജാറാം മോഹൻ റോയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ത്യൻ റിനൈസൻസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹമാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. അപ്പോൾ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകനും ഇന്ത്യൻ റിനൈസൻസിൻ്റെ ഫാദറും എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. 1772 അദ്ദേഹം ജനിച്ചത്. 1833 മരിച്ചു. ഈ നമ്മൾ സെറ്റ് എക്സാമിന് നോക്കുമ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അവർ ആ വ്യക്തികളുടെ പ്രസ്ഥാനങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട ക്വാട്ടുകൾ, ഇതൊക്കെയാണ് സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് 1828 അദ്ദേഹം തന്നെയാണ് ആത്മീയ സഭയുടെയും സ്ഥാപകൻ. അപ്പോൾ ആത്മീയ സഭ, ബ്രഹ്മസമാജം, രാജാറാം മോഹൻ റോയ്. AB എന്ന് പഠിച്ചാൽ മതി. ആത്മീയ സഭയും ബ്രഹ്മസമാജവും AB ഈസ് ഈക്വൽ ടു രാജാറാം മോഹൻ റോയ്. അതേപോലെ തന്നെ സതി നിർത്തലാക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. നമ്മൾക്ക് അറിയാലോ, സതി എന്നുള്ള ഒരു ദുരാചാരം. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ചിതയിൽ ഭാര്യ ആത്മഹുതി ചെയ്യണം എന്നാണ് സതി പറയുന്നത്. അപ്പോൾ ആ ഒരു സതി എന്നുള്ള ആചാരം നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. സതി മാത്രമല്ല, ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം തടയാൻ വേണ്ടിയിട്ടും രാജാറാം മോഹൻ റോയ് പ്രയത്നിച്ചിട്ടുണ്ട്. ഇദ്ദേഹം രാജാവാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് ഈ രാജ എന്നുള്ള പേര് വന്നേ? ഇദ്ദേഹത്തിന് രാജ എന്നുള്ള ടൈറ്റിൽ നൽകിയിരിക്കുന്നത് മുഗൾ എംപറർ ആയിട്ടുള്ള അക്ബർ ഷായാണ്. അപ്പോൾ രാജാറാം മോഹൻ റോയ് രാജ എന്നറിയപ്പെടാൻ കാരണം മുഗൾ എംപറർ ആയിട്ടുള്ള അക്ബർ ഷായാണ്. അദ്ദേഹമാണ് ഈ ടൈറ്റിൽ നൽകുന്നത്. രാജാറാം മോഹൻ റോയ് ഒരു ന്യൂസ് പേപ്പറും അതിൻ്റെ പബ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദ്വാരകാനാഥ് ടാഗോറും രാജാറാം മോഹൻ റോയും ചേർന്നിട്ടാണ് ബംഗാദൂത എന്നുള്ളൊരു ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ്വാരകാനാഥ് ടാഗോർ എന്ന് കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് രവീന്ദ്രനാഥ് ടാഗോറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പലരുടെയും മനസ്സിലൊരു ചിന്ത പോകും, ടാഗോർ ഫാമിലി ആയതുകൊണ്ട് തന്നെ. ഈ ദ്വാരകാനാഥ് ടാഗോറാണ് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗ്രാൻഡ് ഫാദർ. ഈ ദ്വാരകാനാഥ് ടാഗോർ ഒരു ഓൺട്രപ്രണർ ആയിരുന്നു. അദ്ദേഹം ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് റൺ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതും അന്നത്തെ ബ്രിട്ടീഷ് എംപയറിനോട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ദ്വാരകാനാഥ് ടാഗോർ ബിസിനസ് ചെയ്തത്. എന്നിരുന്നാൽ പോലും ഇന്ത്യൻ റിനൈസൻസിലേക്ക് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുകയും കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദ്വാരകാനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. ദ്വാരകാനാഥ് ടാഗോറും രാജാറാം മോഹൻ റോയും ചേർന്ന് തുടങ്ങിയിട്ടുള്ള ന്യൂസ് പേപ്പറാണ് ബംഗാദൂത എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ ദ്വാരകാനാഥ് ടാഗോറിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് വീണ്ടും രാജാറാം മോഹൻ റോയിലേക്ക് തന്നെ പോവാം. അദ്ദേഹം തുടങ്ങിയിട്ടുള്ള കോളേജാണ് വേദാന്ത കോളേജ്. കൽക്കട്ടയിൽ 1825 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചിട്ടുള്ള കോളേജാണ് വേദാന്ത കോളേജ്. ഇന്ത്യൻ ലേണിങ്ങിന് വേണ്ടിയിട്ടും വെസ്റ്റേൺ സയൻസും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേദാന്ത കോളേജ് സ്ഥാപിക്കുന്നത്. കാരണം
സയൻസ് കൂടുതലും പോപ്പുലറായിട്ടുള്ളത് വെസ്റ്റേൺ രീതിയിലായിരുന്നു. ആ കാലഘട്ടത്തിൽ കൂടുതൽ എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് വെസ്റ്റേൺ കൺട്രീസാണ്. അപ്പോൾ ഇന്ത്യയിലെ ആൾക്കാർക്ക് ഈ വെസ്റ്റേൺ സയൻസ് പഠിക്കാനും ഇന്ത്യൻ ലേണിങ്, ഇന്ത്യൻ കൾച്ചറും കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടാണ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്. അതിൻ്റെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, 1825. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാം. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ഒരു മാഗസിൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ പേർഷ്യൻ മാഗസീനാണ്. ഇന്ത്യയിൽ നിന്നും പബ്ലിഷ് ചെയ്യുന്ന പേർഷ്യൻ ലാംഗ്വേജിൽ വരുന്ന ആദ്യത്തെ മാഗസീൻ ഫൗണ്ട് ചെയ്തിരിക്കുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. മിറർ ഓഫ് ന്യൂസ് എന്നാണ് ആ വാക്കിന് അർത്ഥം വരുന്നത്. മിറർ ഓഫ് ന്യൂസ്. ഇനി മാഗസീൻ്റെ പേര് ഞാൻ പറയാം. മിറാത്ത് ഉൽ അക്ബർ. മിറാത്ത് ഉൽ അക്ബർ എന്നാണ് മാഗസീൻ്റെ പേര് വരുന്നത്. മിറർ ഓഫ് ന്യൂസ് എന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. ഇനി അദ്ദേഹം ബംഗാളി ഭാഷയിൽ ഒരു മാഗസീനും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് സംവാദ് കൗമുദി എന്ന പേരിലാണ്. അപ്പോൾ ഒന്നും കൂടി പറയാം. സംവാദ് കൗമുദി എന്ന ബംഗാളി ഭാഷയിലുള്ള മാഗസീനും മിറാത്ത് ഉൽ അക്ബർ എന്ന പേർഷ്യൻ ലാംഗ്വേജിലുള്ള മാഗസീനും അതേപോലെ തന്നെ ബംഗാദൂത എന്നുള്ള ന്യൂസ് പേപ്പറും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് വേദാന്ത കോളേജ് എന്നാണ്. അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള സമാജങ്ങളാണ് ആത്മീയ സഭയും ബ്രഹ്മ സമാജവും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇദ്ദേഹം 1833 മരിച്ചു. രാജാറാം മോഹൻ റോയ് ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ് കേട്ടോ മരിക്കുന്നത്, 1833. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഈ ബ്രഹ്മസമാജം പല പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. അതായത് ഒരാളുടെ മരണത്തിന് ശേഷം അദ്ദേഹം തുടങ്ങിയിട്ടുള്ളൊരു സ്ഥാപനം പല രീതിയിൽ വിഘടിച്ചു പോയി എന്ന് പറയാറില്ലേ, അതുപോലെ അതിനെ ബ്രഹ്മസമാജം പല രീതിയിൽ പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. അതിൽ അതിഥി ബ്രഹ്മോ സമാജ് എന്ന പേരിൽ അതിനെ ഡിവൈഡ് ചെയ്തിരുന്നത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, അതിഥി ബ്രഹ്മോ സമാജ് എന്ന പേരിൽ ദേവേന്ദ്രനാഥ ടാഗോർ അതിനെ ഡിവൈഡ് ചെയ്തു. ബ്രഹ്മോ സമാജ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ കേശവ് ചന്ദ്ര സെൻ അതിനെ ഡിവൈഡ് ചെയ്തു. സാധാരണ ബ്രഹ്മ സമാജ് എന്നുള്ള പേരിൽ അനന്ത മോഹൻ ബോസും ഇതിനെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഒന്നും കൂടി പേരുകൾ പറയാം. ആദി ബ്രഹ്മ സമാജ് എന്ന് പറഞ്ഞു, അതിഥി അല്ല കേട്ടോ, ആദി ബ്രഹ്മ സമാജ് എന്ന പേരിൽ ദേവേന്ദ്രനാഥ ടാഗോറും ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ കേശവ് ചന്ദ്ര സെന്നും സാധാരണ ബ്രഹ്മ സമാജ് എന്നുള്ള പേരിൽ അനന്ത മോഹൻ ബോസും ഡിവൈഡ് ചെയ്തു. ഇപ്പം പലർക്കും കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ ദേവേന്ദ്രനാഥ ടാഗോറും ദ്വാരകാനാഥ ടാഗോറും ആ പേരുകൾ തമ്മിൽ നമ്മൾ നേരത്തെ ആദ്യം ക്ലാസ്സിൽ പറഞ്ഞത് ദ്വാരകാനാഥ ടാഗോറിനെ കുറിച്ചിട്ടാണ്. ബംഗാദൂത പത്രം തുടങ്ങിയത് ദ്വാരകാനാഥ ടാഗോറാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ദേവേന്ദ്രനാഥ ടാഗോർ. അദ്ദേഹമാണ് ആദി ബ്രഹ്മ സമാജം തുടങ്ങിയത്. ഈ ദേവേന്ദ്രനാഥ ടാഗോർ തന്നെ ഒരു ന്യൂസ് പേപ്പറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ മിറർ എന്നാണ് അതിൻ്റെ പേര്. 1861 ഇന്ത്യൻ മിറർ എന്നുള്ള പേരിൽ ന്യൂസ് പേപ്പർ തുടങ്ങിയത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. ഇനി നമുക്ക് ആര്യ സമാജത്തിലേക്ക് കടക്കാം. ആര്യ സമാജ് സ്വാമി ദയാനന്ദ സരസ്വതി 1875 തുടങ്ങിയിട്ടുള്ള സമാജമാണ് ആര്യ സമാജം. ഗോ ബാക്ക് ടു വേദാസ്, വേദങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളൊരു ദർശനത്തോടെ, ആ ഒരു ഫിലോസഫിയോട് കൂടിയിട്ടാണ് അദ്ദേഹം ആര്യ സമാജം തുടങ്ങുന്നത്. ദയാനന്ദ സരസ്വതി, അദ്ദേഹത്തിൻ്റെ പൂർവ്വനാമം ഏർലി നെയിമാണ് മൂൽ ശങ്കർ എന്നുള്ളത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടില്ലേ, ഹിന്ദി ഹമാര രാഷ്ട്രഭാഷയെ, ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ് എന്ന്. അങ്ങനെ ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞ് അതിനെ ഒരു ഇമ്പോർട്ടൻസ് നൽകണമെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയും ദയാനന്ദ സരസ്വതിയാണ്. ഹി വാസ് ദ ഫസ്റ്റ് ടു കൺസിഡർ ഹിന്ദി ആസ് നാഷണൽ ലാംഗ്വേജ്. അതേപോലെ തന്നെ 3 വാക്കുകൾ അദ്ദേഹം പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ട്. സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ. നമ്മുടെ രാജ്യം, നമ്മുടെ ഭാഷ, നമ്മുടെ ധർമ്മം. അങ്ങനെ ഈ 3 ടേമുകൾ ഓർത്തു വെക്കുക. സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ. ഈ 3 വാക്കുകൾ പോപ്പുലറൈസ് ചെയ്തത് ദയാനന്ദ സരസ്വതിയാണ്. കാസ്റ്റ് പ്രാക്ടീസസ്, ജാതീയമായിട്ടുള്ള വിവേചനങ്ങളും അതേപോലെ തന്നെ ഓരോ ആചാരങ്ങളും അനാചാരങ്ങളെയൊക്കെ ഇദ്ദേഹം എതിർത്തിരുന്നു. ഇദ്ദേഹവും ഒരു കോളേജ് സ്ഥാപിച്ചിട്ടുണ്ട്.
നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ രാജാറാം മോഹൻ റോയ് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? വെസ്റ്റേൺ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ ലേണിങ്ങും അതിൻ്റെ കൂടെ തന്നെ വെസ്റ്റേൺ സയൻസിനും രാജാറാം മോഹൻ റോയ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് വേദിക് കോളേജ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ ദയാനന്ദ സരസ്വതിയോ, അദ്ദേഹം സ്ഥാപിച്ചത് ആംഗ്ലോ വേദിക് കോളേജാണ്. അതായത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഓക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ നമ്മൾ ഈ അനാചാരങ്ങളൊക്കെ എതിർക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവേണ്ടത്? നമ്മളൊരു സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സയൻസ് പഠിക്കണം. സോ വെസ്റ്റേൺ എഡ്യൂക്കേഷനും സയൻസിനും ദയാനന്ദ സരസ്വതി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. കൂടാതെ അദ്ദേഹം കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് എന്തിനായിരുന്നു? ഇന്ത്യൻ വേദങ്ങളെയാണ്. വേദിക് സ്റ്റഡീസിനാണ് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. സോ ഹി സ്റ്റാർട്ടഡ് ആംഗ്ലോ വേദിക് കോളേജ്. അത് ലാഹോറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ കാലഘട്ടത്തിൽ കൺവേർഷൻ കൂടുതലായിരുന്നു. അതായത് ഒരു റിലീജിയന്ന് മറ്റ് റിലീജിയനിലേക്ക് കൺവേർട്ടായി പോകുന്ന സാഹചര്യങ്ങൾ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദുയിസത്തിലേക്ക് ആൾക്കാരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദയാനന്ദ സരസ്വതി ശുദ്ധി പ്രസ്ഥാനം എന്നൊക്കെ പറയും, ശുദ്ധി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? റീകൺവേർട്ട് ടു ഹിന്ദുയിസം. ഓക്കെ, ഇനി ദയാനന്ദ സരസ്വതിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്തോന്ന് വിട്ടുപോയിട്ടുണ്ടല്ലോ. എന്താണത്? ന്യൂസ് പേപ്പർ അല്ലേ? നമ്മൾ നേരത്തെ രാജാറാം മോഹൻ റോയ് സ്റ്റാർട്ട് ചെയ്ത ന്യൂസ് പേപ്പറും മാഗസീൻസും കോളേജിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇവിടെയും ദയാനന്ദ സരസ്വതി കോളേജ് തുടങ്ങിയിട്ടുണ്ട്. എന്താണത്? ആംഗ്ലോ വേദിക് കോളേജ്. ഇനി അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ന്യൂസ് പേപ്പറാണ് ആര്യപ്രകാശ് എന്നുള്ളത്. ആര്യപ്രകാശ് വാസ് ദ ന്യൂസ് പേപ്പർ സ്റ്റാർട്ടഡ് ബൈ ദയാനന്ദ സരസ്വതി. ആര്യ സമാജ സ്ഥാപകനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ന്യൂസ് പേപ്പർ ആര്യപ്രകാശാണ്. ഇത് മറന്നു പോകില്ലല്ലോ. ആര്യപ്രകാശ് എന്നുള്ളത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ആര്യ സമാജമായിട്ട് കണക്ട് ചെയ്യണം. ആര്യ സമാജം ആരുടേതാണ്? ദയാനന്ദ സരസ്വതിയുടെയാണ്. ഇതൊക്കെ ഓർത്തു വെക്കാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ. ആര്യ സമാജം, ദയാനന്ദ സരസ്വതി. അപ്പോൾ നമ്മൾ ആര്യ സമാജം എന്ന് പഠിക്കുന്നതിന് പകരം ആര്യ സരസ്വതി എന്ന് 2-3 തവണ മനസ്സിൽ ആലോചിച്ച് നോക്ക്. ആര്യ സരസ്വതി. അപ്പോൾ ആര്യ സരസ്വതി എന്ന് കേൾക്കുമ്പോൾ നമുക്കതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ആര്യ സരസ്വതി, ആര്യ സമാജവും ദയാനന്ദ സരസ്വതിയും. അങ്ങനെയാണെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ പേര് ആര്യപ്രകാശ് എന്ന് ഇവിടെ കേട്ട് കഴിഞ്ഞാൽ ഇത് ഓർമ്മ വരും. ഓക്കെ, ഇനി ദയാനന്ദ സരസ്വതി 3 വർക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സത്യാർത്ഥ പ്രകാശാണ്, അത് ഹിന്ദിയിലാണ് പബ്ലിഷ് ചെയ്യുന്നത്, സത്യാർത്ഥ പ്രകാശ്. പിന്നെ വേദഭാഷ്യ ഭൂമിക, ഹിന്ദിയിലും സംസ്കൃതത്തിലും സാൻസ്ക്രിറ്റിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വേദഭാഷ്യ ഭൂമിക എന്നുള്ളത്. ഇനി വേദഭാഷ്യ എന്നുള്ളത് സാൻസ്ക്രിറ്റിൽ മാത്രമാണ്. അപ്പോൾ മെയിനായിട്ട് 3 വർക്കുകളാണ് പബ്ലിഷ് ചെയ്തത്. സത്യാർത്ഥ പ്രകാശ് ഹിന്ദിയിൽ, വേദഭാഷ്യ ഭൂമിക ഹിന്ദിയിലും സംസ്കൃതത്തിലും, വേദഭാഷ്യ എന്നുള്ളത് സംസ്കൃതത്തിൽ. അപ്പോൾ ഭൂമികയില്ല കേട്ടോ. വേദഭാഷ്യ എന്നുള്ളത് സംസ്കൃതത്തിൽ മാത്രം, വേദഭാഷ്യ ഭൂമിക എന്നുള്ളത് സംസ്കൃതത്തിലും ഹിന്ദിയിലും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ദയാനന്ദ സരസ്വതിയെ കുറിച്ചിട്ടും രാജാറാം മോഹൻ റോയെ കുറിച്ചിട്ടും പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ലേണേഴ്സ് ഫ്രണ്ട്ലിയിലെ ക്ലാസ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ ഇത് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് പഠിക്കാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള ക്ലാസ്സുകളാണ് വരുന്നത്. നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യുന്ന കാലം വരെയും അൺലിമിറ്റഡ് ആണ് കേട്ടോ വാലിഡിറ്റി. ഈ കോഴ്സസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും.